പണ്ടത്തെ ദിലീപേട്ടന്റെ സെയിം റൂട്ട്. പണ്ടത്തെ നല്ലൊരു കമ്പാക്ക് സോഷ്യൽ മീഡിയ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മെസ്സേജ് ഒക്കെ അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പറയും. കണ്ടല്ലേ? കോമഡി എങ്ങനെയുണ്ട്? എല്ലാം ഉണ്ട്. അതെ 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 അതെ. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ സ്വഭാവം കാണിക്കുന്നത്. ഇനിയിപ്പോഴത്തെ ഗേൾസും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദിലീപേൻ്റെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നടി സൂപ്പറാക്കി എല്ലാവരും കാണും. കോമഡിയൊക്കെ സെക്കൻഡ് ഹാഫാണ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് സ്ലോ മോഷനാണ്, ഫാമിലി ആയിട്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ദിലീപേൻ്റെ കംബാക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടും. നൈസ് മൂവിയാണ്, ഒരു ഫാമിലി എന്റർടൈനർ. വർക്കൗട്ട് ആവുന്ന കോമഡിയാണ്. ദിലീപിൻ്റെ സ്ഥിരം ആ ഒരു നിന്ന് മാറിയിട്ടുള്ളൊരു കോമഡിയാണ്. നമുക്ക് എല്ലാവർക്കും ചിരിക്കാം. ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ചിരിച്ചും മറിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇമോഷണലാണ്. എന്നാലും പടം അടിപൊളിയായിട്ടുണ്ട്. ദിലീപിൻ്റെ ഒരു കംബാക്ക് നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന, നിങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ, നിങ്ങൾ യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങളുടെയും കൂടി കഥയാണ്. നിങ്ങളോട് കണ്ടിരിക്കണം. വളരെ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ ഫാനാണ്. ആക്ച്വലി ദിലീപ് ഫാനാണ്. അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ വിഷമിച്ച ഒരാളാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വരട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും ഫിലിമിന്. ഏതോ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന, അതായത് പാട്ടുകളാണെങ്കിലും നമ്മുടെ മോഹൻ വരെ എത്രയേ ഉള്ളൂ, 2.5 വയസ്സായിട്ടുള്ളൂ, ആൾ വരെ എൻജോയ് ചെയ്ത് നല്ല പാട്ടുകളൊക്കെയാണ്. പാട്ടുകളിൽ പോലും കോമഡീസ് ഉണ്ട്. അതെ, സിദ്ദിഖ് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നേരത്തെ പോലെ ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓരോരോ സീൻസും നമുക്കത് എടുത്ത് പറയാം. അല്ലെങ്കിൽ ഇപ്പോഴും സ്ഥിരം ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള സീൻസുകളുണ്ട്. നായിക ഒരു രക്ഷയില്ല കേട്ടോ. റാണി അല്ലേ പേര്? റാണി ഒരു രക്ഷയില്ല. കാരണം ഫസ്റ്റാണ് ഒരു ആദ്യത്തെ പടാന്ന് തോന്നുന്നില്ല. ഇമോഷൻസ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ഉണ്ടാവും. പടത്തിനെ കുറിച്ച് അഭിപ്രായം പറയുവാണെങ്കിൽ, നമ്മളിപ്പം അതിനകത്ത് റാണി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയില്ലേ, അതേപോലെ നമ്മൾ ഈ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അത് അവരുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്ത് ദിലീപ് പറയുന്ന ഒരു കാര്യവും ഉർവശേച്ചി പറയുന്ന കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നില്ലേ, അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഉർവശി ചേച്ചി പറയുന്ന കാര്യമില്ലേ, അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പടം നല്ല പടമാണ്. പിന്നെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കാര്യമേ നമ്മൾ ചെയ്തിട്ടുള്ളെങ്കിലും അത് നല്ല കാര്യമായിരിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഇമോഷൻസും കവർ ചെയ്യുന്നുണ്ട്. ഡെപ്തും ഉണ്ട്, കോമഡിയും ഉണ്ട്. കവേഴ്സ് എവറിത്തിങ്. റിയലി ഗുഡ്. എനിക്കിഷ്ടമായി. ദിലീപേന്റെ പെർഫോമൻസ് നല്ലൊരു ഇമോഷണൽ ഡെപ്ത് ഉള്ളൊരു പെർഫോമൻസ് ആണ്. പിന്നെ കുറേ ഇമോഷൻസ് കവർ ചെയ്യുന്നുണ്ട്. കോമഡി മാത്രമല്ല, ഒരു ഫാമിലി മാൻ, അങ്ങനെ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹോപ്പ്ഫുള്ളി യെസ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കംബാക്ക് എന്നതിനേക്കാൾ നന്നായിട്ടൊരു ഇമോഷൻ കവർ ചെയ്തിട്ടുണ്ട്. സോ പഴയ ആളാവണമെന്ന് നിർബന്ധമല്ലല്ലോ. അതെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇവോൾവിംഗ്. അതെ 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 എക്സാക്ട്ലി. അവൻ ദിലീപേട്ടൻ കൊണ്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ദിലീപേട്ടൻ നല്ലൊരു ഫാമിലി കഥ ഇപ്പോഴാണ് ശരിക്കും എന്താ പറയാ കിട്ടിയിരിക്കുന്നത് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദ സ്ക്രിപ്റ്റ് റൈറ്ററിനും അതിൻ്റെ ഡയറക്ടറിനുമാണ്. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയണ ടൈറ്റിലിൽ തന്നെ ഫാമിലിയുടെ ഒരു സംഭവം ഉണ്ട്. ഇപ്പം കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ ആണിത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് വന്നിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഒപ്പട കഴിച്ച് നല്ല സുഖമായിട്ട് കൂളായിട്ട് കാണാൻ പറ്റിയ പടം. പിള്ളേരും ഫാമിലിയായിട്ട് വന്ന് ഇഷ്ടപ്പെടും. പിന്നെ ദിലീപേട്ടന് ശരിക്കുള്ള കമ്പാക്ക് തന്നെയാണത്. ദിലീപേട്ടൻ ഇങ്ങനത്തെ പടത്തിൽ എനിക്ക് തോന്നുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള പടങ്ങൾ അഭിനയിക്കണം എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. ഓ ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെയൊക്കെ ഒന്ന് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നടത്തിയിട്ടുള്ള ഒരു നടൻ കൂടിയാണ് ദിലീപേട്ടൻ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിലീപേട്ടന്റെ ടൈം കാണുന്നത് തന്നെ പറഞ്ഞു. എല്ലാവരും കാണണം. ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും. കോമഡി വർക്കൗട്ടാണ്. നല്ല കോമഡി. ഇമോഷനും എല്ലാം വരുന്ന ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പടമാണ്.